CPM-ന്റെ പൊതുവേ ഉള്ളൊരു ഇതാണ്. CPM-ൽ ഒരാളിപ്പം ഒരു 5 പേരെ കൊന്നു കഴിഞ്ഞാൽ CPM-കാർ പൊതുവേ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നാളൊരിക്കൽ ഇതുപോലെ വേറൊരുത്തൻ ഇതുപോലെ 5 പേരെ കൊന്നായിരുന്നു എന്ന് പറയാം. അല്ലാതെ ഇത് തെറ്റാന്ന് അവരൊരിക്കലും പറയത്തില്ല. അന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അങ്ങനെയാണ് അവരുടെ രീതി. ന്യായീകരണത്തിന് പല വെർഷനാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സംഭവം ശരിക്കും വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായിരുന്നു. അതായത് സിക്കന്ദർ ഭക്ത് എന്ന സംസ്ഥാന ഗവർണർ മരിക്കാനിടയായ സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അണുബാധയെ തുടർന്നാണ്. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിന് കൃത്യസമയത്ത് ചികിത്സ പോലും ലഭിച്ചില്ല. എ കെ ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്ത് ആരോഗ്യമന്ത്രി പി ശങ്കരൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് കരഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് ചികിത്സ കിട്ടിയത്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ ഇത്രയും ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ പത്രത്തിലൂടെയൊക്കെ ദൂരദർശനമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചികിത്സ കിട്ടാനും വൈകി. അപ്പം അതുകൊണ്ട് അന്ന് സാധാരണക്കാരുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയായിരുന്നു. അതുമാത്രമല്ല, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ, ഒരു വാർഡിലൊക്കെ ഒരു ടോയ്ലറ്റൊക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയതും മുൻ മന്ത്രിയായിരുന്ന VS ശിവകുമാറാണ്. അദ്ദേഹമാണ് ഈ മെഡിക്കൽ കോളേജിനെയൊക്കെ കുറച്ച് ഉമ്മൻചാണ്ടി അതെ ആ സമയത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജുകൾ വൃത്തിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അന്ന് ഈ കൈക്കൂലിയും കൊള്ളയും പുറത്തു വരാത്ത ദിവസങ്ങൾ അപൂർവമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ അറ്റൻഡർമാരും അത്തരത്തിലുള്ള ആളുകളൊക്കെ പാവപ്പെട്ടവരെ പിഴിഞ്ഞു വാങ്ങുമായിരുന്നു പൈസ. പക്ഷേ ഇപ്പോൾ അതെല്ലാം അവിടെല്ലാം CCTV ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്വകാര്യ മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വിജയ് പറഞ്ഞ പോലെ ഈ ഉണ്ടായിരുന്ന മരുന്ന് മുഴുവൻ എടുത്ത് കക്കൂസിൽ ഇത് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ ആതുരാലയങ്ങളുടെ ദയനീയ സ്ഥിതി മുതലെടുത്ത് അമിത ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന വൻകിട സ്വകാര്യ ആശുപത്രികൾ തടിച്ചു കൊഴുത്തതുമൊക്കെ അക്കാലഘട്ടത്തിലായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ. ഈ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് 2016 വന്ന LDF സർക്കാർ പൊതുജനാരോഗ്യ രംഗം പരമാവധി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. അത് കറക്റ്റാണ്. 2016 വന്ന ആ ഒരു സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും KK ശൈലജയൊക്കെ ഒരു പരിധിവരെ കുറേയേറെ പിടിച്ചു നിന്നു. അന്ന് ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ അതിനെ ഇപ്പോഴെങ്ങാണമായിരുന്നു ഇത്തരത്തിൽ ലോക്ക്ഡൗണൊക്കെ വന്നെങ്കിൽ ആകെ പെട്ടുപോയനായിരുന്നു. വീണ ജോർജിൻ്റെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ. അന്ന് KK ശൈലജ ആയതുകൊണ്ടാണ് അന്നങ്ങനെ അന്ന് ഒരു വിധത്തിൽ അത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അന്ന് അവരിതുപോലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണല്ലോ അതിന് കൂടുതൽ റീച്ച് കിട്ടിയപ്പം അവരെ പിടിച്ച് സൈഡിൽ ഇരുത്തിയിട്ട് കാരണഭൂതൻ വന്ന് ഇരുന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.